ഇപ്പോൾ വീണ്ടും ശ്രീനഗർ നഗരത്തിൽ വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു. നഗ്രോട്ടയിലെ അലേർട്ടിൽ നഗ്രോട്ടയിലെ ANI ട്വീറ്റ് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ANI നൽകുന്ന വിശദീകരണം, അവിടെ ഫയറിംഗ് ഇൻസിഡന്റ് ഉണ്ടായിരുന്നു നഗ്രോട്ടയിലെ ആർമി യൂണിറ്റിൽ. എന്നാൽ അതേസമയം തന്നെ ചില സസ്പീഷ്യസ് മൂവ്മെന്റുകൾ കണ്ടു. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ട് അതൊരു ടെററിസ്റ്റ് ആക്രമണമാണോ എന്നുള്ളത് തീരുമാനിക്കാറായില്ല എന്നാണ് ANI ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ANI ട്വീറ്റ് പിൻവലിച്ചിട്ടുണ്ട്. അവിടെ നഗ്രോട്ടയിൽ പക്ഷേ അവിടെ വെടിവയ്പുണ്ടായി എന്നുള്ളത് മനസ്സിലാക്കുന്നു. അത് ടെററിസ്റ്റ് ആണോ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി ആണോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അതേസമയം ഡ്രോൺ വെടിവെച്ചിട്ടു എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നഗ്രോട്ട കേന്ദ്രമാക്കിയും ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ആ ഡ്രോൺ ആക്രമണത്തെ വീണ്ടും നമ്മൾ ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ANIയിൽ നിന്നുള്ള സോഴ്സിൽ നിന്നുള്ള വിവരങ്ങളാണ്. ഇപ്പോൾ ശ്രീനഗർ നഗരത്തിൽ വീണ്ടും വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാം. പാകിസ്ഥാന് വീണ്ടും നല്ല ബോധം വരുന്നു. പാകിസ്ഥാൻ പലപ്പോഴും ഈ കറണ്ട് വന്നു പോകുന്നത് പോലെയാണ്, പവർ കട്ടുള്ള ഒരു രാജ്യം പോലെയാണ്. ബോധം വരും പോകും എന്ന മട്ടിലാണ്. ബോധം വന്നപ്പോൾ വെടിനിർത്തൽ, ബോധം പോയപ്പോൾ വെടിനിർത്തൽ ലംഘനം എന്ന മട്ടിലാണ് പാകിസ്ഥാൻ്റെ പ്രവർത്തനം.